അരിയൊന്നും അരക്കാതെ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് അരിപ്പൊടി, അരക്കപ്പോളം നമുക്ക് മൈദപ്പൊടി ചേർത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ചെറിയ ചൂടോട് കൂട്ടിയിട്ട് നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ശേഷം ചെറിയൊരു ചൂടുവെള്ളം കൂടി നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് വീണ്ടും നമുക്ക് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മളെ ബാറ്റർ വരേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 2-3 ഏലക്കായ കൂടി ചേർത്തി കൊടുക്കാം. ഏലക്കായുടെ പൊടിയാണെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ. നന്നായി ബ്ലെൻഡ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം റവയും ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയും, പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കറുത്തുള്ള കേട്ടോ. ഓപ്ഷനിലാണ് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കോരി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ.